ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അവഹേളിച്ച ബേപ്പൂർ എംഎൽഎ ആയ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ BJPയുടെ പ്രതിഷേധം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് സമൂഹ മാധ്യമത്തിൽ റിയാസ് വിമർശനമുന്നയിച്ചത്. ഇതിനെതിരായ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ രാജ്യം അംഗീകരിച്ച നിയമങ്ങൾക്കെതിരെ, ദേശീയതയ്ക്കെതിരെ എപ്പോഴും നിലപാടെടുക്കുന്ന ഒരാളാണ് മുഹമ്മദ് റിയാസ്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യം വന്ദേമാതരം ആലപിച്ചു, അതിന് പിന്നാലെ ദേശീയഗാനം ആലപിച്ചു. അപ്പോൾ വന്ദേമാതരം പാടേണ്ടിയിരുന്നില്ല, അതിന് മറുപടി വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ BJP വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തുകയാണ്. വിവരങ്ങൾ വിമർശിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ്, ബേപ്പൂർ എംഎൽഎ ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് വലിയ രീതിയിൽ പോസ്റ്റിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. BJP തന്നെയാണ് ഇത് ആദ്യമായി പുറത്ത് കൊണ്ടുവരികയും വലിയ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് വന്ദേമാതരം പോലെ ദേശീയ ഗീതത്തെ അവഹേളിക്കുന്ന നിലപാടാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് BJP ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഫോണുമായി കോഴിക്കോട് മുതലക്കുളത്ത് നിന്ന് കോഴിക്കോട്ടെ BJPയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. അതായത് ഈ വന്ദേമാതരത്തെ കുറിച്ച് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്, അതായത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ വന്ദേമാതരം ആലപിക്കാൻ പാടില്ലായിരുന്നു, അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജാഗ്രത കുറവുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്കറിയാം, വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് അതിന്റെ പൂർണ്ണ രൂപം ആലപിക്കാനും അത് ദേശീയ ഗാനത്തിന് മുമ്പ് ആലപിക്കാനും അത് ആലപിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കാനും അതിനെ അധിക്ഷേപിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയമവും ചട്ടവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരു CPM നേതാവ് കൂടിയായിട്ടുള്ള ബേപ്പൂർ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് വലിയ വിമർശനം വന്ദേമാതരം ദേശീയ ഗീതത്തെ ആലപിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. ഇതിനെതിരെയാണ് BJPയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ കോഴിക്കോടിന്റെ തെരുവുകളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കോഴിക്കോട്ടെ വിവിധയിടങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മുഹമ്മദ് റിയാസിന്റെ കോലവുമായി കോഴിക്കോട് നഗരത്തിലൂടെ ഈ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു മുഹമ്മദ് റിയാസ് ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് മുഹമ്മദ് റിയാസ് തയ്യാറായിട്ടില്ല. പക്ഷെ വലിയ വിമർശനം പറഞ്ഞുകൊണ്ട് ഒരു തെറ്റൂർ പുറപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ മുഹമ്മദ് ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നത്. അനഘ, ഈ വന്ദേമാതരത്തിലെ ചില ഭാഗങ്ങൾ ചരിത്രപരമായി വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസിന്റെ ഈ ആശങ്ക. വന്ദേമാതരം നിർബന്ധിതമാക്കാനുള്ള ശ്രമങ്ങൾ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും ബാധിക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ദേശീയവാദികൾ കടുത്ത നിലപാടെടുക്കുകയാണ്. ദേശീയ മാധ്യമങ്ങൾ പോലും ഇത് വൻതോതിൽ വാർത്തയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെതിരെ രാജ്യദ്രോഹ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നുള്ള ആവശ്യം പോലും വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് BJPയുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമല്ലേ അനഘ? തീർച്ചയായും നീലിമ, ഒന്ന് നോക്കൂ, ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്, ഈ ചടങ്ങിൽ മറ്റാർക്കും ഉണ്ടാകാത്ത വലിയ രീതിയിലുള്ള അസഹിഷ്ണുതയാണ് ബേപ്പൂർ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് കാണിച്ചിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ പ്രതിഷേധം ഈ രീതിയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉയരുന്നത്. അതായത് എന്തിനാണ് ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത് എന്ന ചോദ്യമാണ് BJP പ്രവർത്തകർ ചോദിക്കുന്നത്. കാരണം അത് ആ നിയമമാണ്. രാജ്യത്തെ ഇത്തരത്തിലൊരു വന്ദേമാതരം ആലപിക്കുന്നത് എങ്ങനെയാണ് ഈ രീതിയിൽ കുറ്റകരമാകുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. മാത്രമല്ല, വന്ദേമാതരം പോലുള്ള ഒരു ഗാനത്തെ അവഹേളിക്കുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് മുഹമ്മദ് റിയാസ്
കടക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് BJP പ്രവർത്തകർ ചോദിക്കുന്നത്. മാത്രമല്ല മറ്റൊന്ന് ഉയർത്തിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ വന്ദേ മാതരത്തെ എതിർത്തത് ആരായിരുന്നു എന്നുള്ളൊരു നിർണായക ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു വന്ദേ മാതരത്തെ ആ കാലഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ എതിർത്തത്. അതായത് ദേശഭക്തി തുളുമ്പുന്ന രാജ്യത്തെ രാഷ്ട്രസ്നേഹം തുളുമ്പുന്ന ഒരു ഗാനമാണ് വന്ദേ മാതരം. ആ ബ്രിട്ടീഷുകാർ എതിർത്ത ആ ഗാനം അത് അവരെന്തിനാണ് എതിർത്തതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എന്നാണ് BJP പറയുന്നത്. അങ്ങനെയുള്ള ആ സ്ഥാനത്താണ് ഇന്ന് രാജ്യത്ത് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസ് ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ പേരിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇത്തരത്തിലുള്ള ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള സൂചനയാണ് ഇവർ നൽകിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ കോലം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ പ്രതിഷേധം നടത്തുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി അവിടെ കോലം കത്തിച്ചായിരിക്കും ഈ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളതാണ് നീലിമ. ഓക്കെ അനഘ, ആ ദൃശ്യങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ മടങ്ങി വരാം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അവഹേളിച്ച ബേപ്പൂർ MLA മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ BJPയുടെ വലിയ പ്രതിഷേധമാണ് കാണുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് സമൂഹ മാധ്യമത്തിൽ റിയാസ് വിമർശനം ഉന്നയിച്ചത്. ഇതിനെതിരെയാണ് BJPയുടെ വലിയ പ്രതിഷേധം ഉയരുന്നത്.